മുഖ്യമന്ത്രി ഈ വയനാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ ഉന്നതതല യോഗം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുകയുണ്ടായി. അത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഫീസിലായിരുന്നു ആ യോഗം ചേർന്നത്. അതിന്റെ വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് യോഗത്തിൽ? പ്രധാനമായും രക്ഷാപ്രവർത്തനം, തുടർ രക്ഷാപ്രവർത്തനം എങ്ങനെ ഏകോപിപ്പിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് അല്പസമയം മുൻപ് ദുരന്ത നിവാരണ ആസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചത്. രക്ഷാപ്രവർത്തനങ്ങൾ ആ യോഗത്തിൽ വിലയിരുത്തി. കേന്ദ്ര സർക്കാരിന്റെ കീഴിലെ ഏജൻസികളുമായുള്ള ഏകോപനം, ദുരന്തമുഖത്തെ സേനാ വിഭാഗങ്ങളുടെ വിന്യാസം, ആരോഗ്യ സുരക്ഷാ മുൻകരുതലടക്കമുള്ള കാര്യങ്ങളും യോഗത്തിൽ ചർച്ചയായി. മാത്രമല്ല, ദുരിതാശ്വാസ ക്യാമ്പുകളിലെ സൗകര്യങ്ങൾ അത് കൃത്യമായി ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ വിലയിരുത്തിയിട്ടുണ്ട്. സംസ്ഥാന രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിലെത്തിയാണ് മുഖ്യമന്ത്രിയും വകുപ്പ് സെക്രട്ടറി, ചീഫ് സെക്രട്ടറി, അതേപോലെ തന്നെ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി, ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി തുടങ്ങിയവർ ഈ യോഗത്തിൽ പങ്കെടുത്തത്. ഒരു കാരണവശാലും ആശുപത്രിയിൽ എത്തുന്നവർക്ക് മതിയായ സൗകര്യം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. പരിക്കേറ്റവരെ എത്രയും പെട്ടെന്ന് ദുരന്തമുഖത്ത് നിന്ന് തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് എത്തിക്കണം. ആവശ്യമെങ്കിൽ കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ വയനാട് ജില്ലയിലേക്ക് നിയോഗിക്കണം. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്, തൃശൂർ അടക്കമുള്ള ജില്ലകളിൽ നിന്നും എത്രയും വേഗം കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ എത്തിച്ച് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണം. വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരെ ആശുപത്രിയിൽ ഉണ്ടെന്ന് ഉറപ്പാക്കണമെന്നും ഈ യോഗത്തിൽ വിലയിരുത്തലുണ്ടായി. മാത്രമല്ല, മുഖ്യമന്ത്രി ഒരുപക്ഷെ ആദ്യഘട്ട രക്ഷാപ്രവർത്തനത്തിന് പിന്നാലെ അദ്ദേഹം വയനാട്ടിലേക്ക് നേരിട്ടെത്താനും സാധ്യതയുണ്ട്, നേരിട്ടെത്തിയേക്കും എന്നുള്ള വിവരമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ വകുപ്പുകളുടെ ഏകോപനക്കുറവ് മൂലം ഈ രക്ഷാപ്രവർത്തനത്തിൽ പാളിച്ചകൾ ഉണ്ടാകരുതെന്നും കേന്ദ്രസേന ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മതിയായ സൗകര്യം അതൊരുക്കണമെന്നും ഈ യോഗത്തിൽ വിലയിരുത്തലുണ്ടായി. പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വളരെ ഗൗരവമുള്ളൊരു അറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത് വേണു. അതായത്, ഈ വയനാട്ടിലെ ദുരിതബാധിതർക്ക് ദുരിതാശ്വാസ സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അത് ലഭ്യമാക്കണം. ദുരിതബാധിതർക്ക് എല്ലാ സഹായവും സർക്കാർ നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ ആയിരിക്കും. എന്തെങ്കിലും സാഹചര്യത്തിൽ ദുരിതാശ്വാസ സഹായമായ വസ്തുക്കൾ വാങ്ങിയവർ അതാത് ജില്ലയിലെ കളക്ടറേറ്റിൽ 1077 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും അക്കാര്യം അറിയിക്കണമെന്നും ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ള ആളുകൾ നാളെ വയനാട്ടിലെ ഈ ദുരന്തമുഖത്തേക്ക് എത്തും. ഒരു തരത്തിലും രക്ഷാപ്രവർത്തനത്തിൽ ഒരു കാലതാമസം ഉണ്ടാകരുത്. ഈ ഗോൾഡൻ അവറിൽ ഒരു തരത്തിലും വീഴ്ചകൾ ഉണ്ടാകാൻ പാടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ഈ യോഗത്തിൽ വകുപ്പ് സെക്രട്ടറിമാർക്കും അതേപോലെ വകുപ്പ് മേധാവിമാർക്കും നിർദ്ദേശമായി നൽകിയിട്ടുണ്ട്. വേണു. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കിനി മേപ്പാടിയിലെ വിംസ് ആശുപത്രിയിലേക്ക് പോകാം. അവിടെ 126 പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട് എന്നാണ് സമീർ ബിൻ കരീം, ഞങ്ങളുടെ പ്രതിനിധി, നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. കൂടുതൽ പേരെ പരുക്കുകളോട് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴവിടെ ചികിത്സയ്ക്കായി കൊണ്ടുവരുന്നവരുടെ പരുക്കുകൾ അത്ര സാരമുള്ളതല്ല എന്നും നേരത്തെ സമീർ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്താണ് വിംസ് ആശുപത്രിയിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്ന് നോക്കാം. സമീർ ബിൻ കരീം നമ്മളോടൊപ്പമുണ്ട്. സമീർ, വിംസ് ആശുപത്രിയിലേക്ക് കൂടുതൽ ആളുകളെ ചികിത്സയ്ക്കായി കൊണ്ടുവരുന്നുണ്ടോ? എന്താണ് നിലവിൽ അവിടുത്തെ സാഹചര്യം? ഗോപികൃഷ്ണൻ, നിലവിൽ അല്പസമയം മുന്നേ വരെ കൂടുതൽ ആളുകളെ ഈ വിംസ് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. നിലവിൽ 132 പേരാണ് ഈ വിംസ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. നിലവിൽ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ അത്ര സാരമുള്ള പരുക്കല്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. എയർലിഫ്റ്റിംഗ് നടത്തി രക്ഷപ്പെടുത്തിയ ആളുകളൊക്കെ തന്നെ വിംസ് ആശുപത്രിയിലേക്കാണ് എത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നേരത്തെ പ്രായമായ കുട്ടികളും ഉൾപ്പെടെയുള്ള നിരവധി ആളുകളെയാണ് ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ആംബുലൻസുകൾ തുരുതുരയായി തുടർച്ചയായി ഈ ആശുപത്രിയിലേക്ക് എത്തുന്ന കാഴ്ചകൾക്കാണ് നിമിഷങ്ങൾക്ക് മുന്നേ വരെ ഈ വിംസ് ആശുപത്രി സാക്ഷ്യം വഹിച്ചത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ടിരിക്കുന്ന ഒരു കാര്യം ആംബുലൻസ് ഡ്രൈവർമാരുടെ അഭ്യർത്ഥനയാണ്. പ്രത്യേകിച്ച് ചൂരൽമലയിൽ നിന്നും ഈ വിംസ് ആശുപത്രിയിലേക്ക് എത്തുന്ന വഴികളിൽ പലയിടത്തും ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആംബുലൻസുകൾ വരുമ്പോൾ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കി വഴി നൽകണം, അല്ലെങ്കിൽ വഴി ഒരുക്കണമെന്നും നിർദ്ദേശമാണ് നിലവിൽ ആംബുലൻസ് ഡ്രൈവർമാർ നമ്മോട് പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ഏറ്റവും ഒടുവിൽ രക്ഷപ്പെടുന്ന കൂടുതൽ ആളുകളും വിംസ് ആശുപത്രിയിലേക്ക് എത്തുന്നത്, മറിച്ച് കാര്യമായ പരിക്കില്ലാത്തവരെ ക്യാമ്പിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരു 15 മിനിറ്റോളമായി നിലവിൽ വിംസ് ആശുപത്രിയിലേക്ക് ആരും തന്നെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. നിലവിൽ 11 പേരുടെ മൃതദേഹമാണ് ഈ വിംസ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. 132 പേർ ഇവിടെ ചികിത്സയിൽ കഴിയുന്നു. 9 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ഇവിടെ ചികിത്സയിലുണ്ട്. അതിൽ 3 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു കുട്ടിയെ മാത്രമാണ് നിലവിൽ പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഏതായാലും നിലവിൽ ഇവിടെ രക്ഷാപ്രവർത്തകരൊപ്പം തന്നെ നാട്ടുകാരും ആശുപത്രി അധികൃതരും ഡോക്ടേഴ്സും നഴ്സുമാരും എല്ലാവരും തന്നെ ഇവിടെ സജ്ജമാണ്.
ഇനി എത്ര പേര് കൊണ്ടുവന്നാലും അല്ലെങ്കിൽ അത് അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന വരും. അതോടൊപ്പം തന്നെ ഏതെങ്കിലും വിധത്തിൽ സർക്കാർ താൽക്കാലിക ആശുപത്രി സജ്ജീകരിക്കുന്ന ഘട്ടത്തിൽ നേരത്തെ ഇവിടെ ഈ ആശുപത്രിയിൽ എത്തിച്ച കാര്യമായി പരിക്കില്ലാത്തവരെ ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് നിലവിൽ ഇവിടെ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ഇതിന് ഇവിടെ ഈ ആശുപത്രിയിലെ പ്രവർത്തനങ്ങൾക്ക് ഏകോപിക്കുന്നത് ഡോക്ടർ ഷാനവാസ് എന്ന് പറയുന്ന ഡോക്ടർ. അദ്ദേഹം പറഞ്ഞത് നിലവിൽ താൽക്കാലിക ICU എല്ലാം തന്നെ ആശുപത്രിയിൽ സജ്ജമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിലവിൽ ഇവിടെ ഉള്ളവർ പലരും സുഖം പ്രാപിച്ചു വരുന്നു. കാര്യമായ പരിക്കില്ലാത്തവരെ വാർഡിലേക്ക് മാറ്റിയിരിക്കുന്നു. അങ്ങനെ എല്ലാവരെയും ചികിത്സിക്കാനുള്ള എല്ലാ സൗകര്യവും നിലവിൽ വിംസ് ആശുപത്രിയിൽ ഉണ്ട് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഒരു ആംബുലൻസ് കൂടി ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നേരത്തെ തുടർച്ചയായി 3 ആംബുലൻസ് വരെ ഒരേ സമയം രോഗികളുമായി ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. യാതൊരു തടസ്സവും ഇല്ലാതെ ഈ രക്ഷപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഏറെ എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. ചിട്ടയായ ഒരു പ്രവർത്തനമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് ഭക്ഷണവുമായി നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും എത്തുന്നു. അതോടൊപ്പം തന്നെ ഗതാഗതം നിയന്ത്രിക്കുന്നതിന് വേണ്ടി നാട്ടുകാരും പോലീസും സർവ്വസന്നദ്ധമായി എത്തിയിരിക്കുന്നു. ഇന്ന് പുലർച്ചെ മുതൽ അല്ലെങ്കിൽ വെളുപ്പിന് മുതൽ എത്തിയ ആളുകളെല്ലാം തന്നെ ഇവിടെ ഇപ്പോഴും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇവിടെ തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആരും തന്നെ ഈ ഭാഗത്ത് അല്ലെങ്കിൽ ആർക്കും ശല്യം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനത്തെ തടസ്സമാകുന്ന രീതിയിൽ ആരും തന്നെ ഇവിടെ നിൽക്കുന്നതോ ഇല്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ ഭക്ഷണം പോലും കഴിക്കാതെയാണ് നിരവധി ആളുകൾ ഇവരെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇനിയും ഒരു പക്ഷേ കൂടുതൽ പേരെ രക്ഷപ്പെടുത്തി വിംസ് ആശുപത്രിയിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും നിലവിൽ ഏതാണ്ട് ഒരു 20 മിനിറ്റോളമായി ഇങ്ങോട്ടേക്ക് ആരെയും തന്നെ എത്തിച്ചിട്ടില്ല. നിലവിൽ 132 പേർ ചികിത്സയിൽ കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ശരി, സമീർ ബിൻ കരീമാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. മേപ്പാടി വിംസ് ആശുപത്രിയിൽ എത്തിച്ച ആളുകളെ കുറിച്ചുള്ള ചികിത്സയ്ക്ക് വേണ്ടി എത്തിച്ചവരെ കുറിച്ചുള്ള വിവരങ്ങളായിരുന്നു വിംസ് ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ സമീർ ബിൻ കരീം നൽകിയത്. ഇപ്പോഴും നമ്മൾ കാണുന്ന ദൃശ്യം രക്ഷാദൗത്യത്തിൻ്റെതാണ്. അവിടെ ഇപ്പോൾ ചൂരൽമലയിലേക്ക് സൈന്യം പുഴയ്ക്ക് കുറുകെ കെട്ടിയ വടത്തിലൂടെ ആളുകളെ ഇപ്പോഴത്തേക്ക് എത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ, ഒരു സ്ത്രീയെ അതിസാഹസികമായി മറുകരയിലേക്ക് എത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എസ് വിജയകുമാറാണ് ചൂരൽമലയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഷഹദ് റഹ്മാനും അവിടെ നിന്നുള്ള വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിജയകുമാർ, നേരത്തെ വിജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണ നിലയിൽ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത കാഴ്ചകളാണ്. ഹൃദയഭേദകമായ സാഹചര്യമാണ് അവിടെ ഉള്ളത്. മാത്രമല്ല ഈ ഏത് നിമിഷവും മഴ ശക്തിപ്പെടാനുള്ള സാഹചര്യമുണ്ട്. പ്രതികൂലമായ കാലാവസ്ഥ ഈ രക്ഷാദൗത്യത്തിന് വലിയ വെല്ലുവിളിയായി നിൽക്കുന്നുണ്ട്. നേരത്തെ വിജയൻ 5 മണിക്ക് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രാത്രിയിൽ രക്ഷാദൗത്യം തുടരുന്നതിന് ചില പ്രായോഗികമായ തടസ്സങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കാര്യമായിട്ടില്ല എന്ന് വേണമല്ലോ നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ഈ രക്ഷാദൗത്യം ഒരു ഘട്ടത്തിലും നിർത്തിവെച്ചിട്ടില്ല. എല്ലാ ആളുകളെയും പുറത്തെത്തിക്കുക എന്നതിലേക്കാണല്ലോ ഇപ്പോൾ ഈ രക്ഷാ പ്രവർത്തകർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്.